ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസ്നാസ് കിച്ചൺ. ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ കിട്ടും നമുക്ക് ഇഡ്ഡലി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം കുതിർത്ത് വെക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കപ്പ് റൈസിലേക്ക് 1 കപ്പ് ഉഴുന്ന് പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇഡ്ഡലി കിട്ടും. ഇനി നമുക്കിതും വാഷ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് കുതിർക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒരു 6-7 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ ഉഴുന്നും അരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് ആദ്യം ഉഴുന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളം ചേർക്കരുത്. അരച്ചെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് റൈസ് വേവിച്ച് വെച്ച ചോറ് എടുക്കുന്നുണ്ട്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ജാറിൽ തന്നെ അരിയും കൂടി അരച്ചെടുക്കാം. കണ്ടോ, ഈ തിക്നെസ്സിൽ വേണം കിട്ടാനായിട്ട്. നമുക്കിതുപോലെ അരി അരച്ചെടുക്കണം. അരി അരക്കുമ്പോഴും വെള്ളം കൂടാൻ പാടില്ല. ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു തരിതരിപ്പ് രൂപത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് അരഞ്ഞു പോവരുത്. അപ്പം ഞാനിവിടെ കല്ലുപ്പ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു ചെറുങ്ങനെ ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഇനി അത് ഉഴുന്ന് അരച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതലുള്ളത് കൊണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും. ഞാനിവിടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊന്തി വരാനായിട്ട് വെക്കാം. അപ്പം ഞാനിവിടെ നൈറ്റിലാണ് അരച്ച് വെക്കുന്നത്. രാവിലേക്കുള്ളതാണ്. ഒരു 8-9 മണിക്കൂർ പൊങ്ങി വരാനായിട്ട് വെക്കാം. അപ്പം ഞാനിവിടെ രാവിലെ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മാവൊക്കെ നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി നോക്കാം. കണ്ടോ, മാവ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടാനായിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എടുക്കുന്ന സാധനം കറക്റ്റ് അളവിലായിരിക്കണം. അപ്പോൾ നമുക്ക് നല്ല മാവ് ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി തട്ടിൽ നിന്നും ഇഡ്ഡലി കിട്ടാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു തവി കൊണ്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ല ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ഇത് പൊങ്ങി വരും.
ഇതുപോലെ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഗ്യാസ് സ്റ്റൗവിൽ ഒരു ഇഡ്ഡലിൻ്റെ ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വെള്ളം വന്നിട്ട് വേണം നമുക്കിതിലേക്ക് വെക്കാനായിട്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലിയുടെ തട്ട് ഇതിലേക്ക് ഇറക്കി വെക്കണം. നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഇഡ്ഡലി ഇവിടെ കണ്ടിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായി വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് തട്ടിൽ നിന്ന് നിരത്തി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇഡ്ഡലിയുടെ പാത്രത്തിൽ നിന്ന് ഇഡ്ഡലി അടർത്തിയെടുത്താൽ മതി. നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി ഒരു സ്പൂൺ കൊണ്ട് എന്തെങ്കിലും കൊണ്ട് ഇഡ്ഡലി ഒന്ന് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ആ എടുക്കുന്ന സ്പൂണോ ആ തവിയൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ടാൽ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കിട്ടും. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.